ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. എല്ലായിടത്തും നല്ല മഴയല്ലേ? ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. എന്നും രാത്രി ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് നല്ല മഴയും ഇടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലെ ദിവസമാണ്. ഞാൻ നേരത്തെ തന്നെ അടുക്കളയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉമ്മച്ചി ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്നലെ രാത്രി ഉമ്മച്ചി ഇവിടെ ആയിരുന്നു. വായിച്ച് കാലുവേദനയ്ക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ്. അതുപോലെ തന്നെ അനിയൻ്റെ ഭാര്യ അവളുടെ വീട്ടിലും പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉമ്മച്ചി ഒറ്റക്കായപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഞാനിതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി വെക്കുന്ന കോഴിക്കറിയുടെ റെസിപ്പി കാണിക്കേണ്ടതെന്ന്. അപ്പോൾ ഇന്ന് ഉമ്മച്ചിയാണ് കേട്ടോ കറി വെക്കുന്നത്. ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് എന്നിട്ട് ഉലുവ ഇട്ട് പൊട്ടിച്ചു കേട്ടോ. ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ നിറാവേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു 3 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് കേട്ടോ. അതിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ കൂടുതലൊന്നുമില്ല. ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ആയിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പിലും ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഏകദേശം 2-3 വിസിൽ മതിയാവും. ചിക്കന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ ഉമ്മച്ചി കറിയൊക്കെ ആക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിപ്പൊടിയൊക്കെ വാട്ടി കുഴച്ചെടുത്ത് പരത്തുന്നുണ്ട്. പിന്നെ കറിയൊക്കെ ഉമ്മച്ചി വെക്കുന്നതുകൊണ്ട് എനിക്ക് ഇന്ന് ആ പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉമ്മച്ചി അതിൻ്റെ ഇടയിൽ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറിയിൽ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഉമ്മച്ചി കറി വെക്കുമ്പോൾ. ഞങ്ങളും ഇതേപോലെ തന്നെയാണ് കൂട്ടുകളൊക്കെ ചേർക്കുക. എന്നാലും ഉമ്മച്ചി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടൂലേ. അപ്പോൾ പിന്നെ ഉമ്മച്ചി ഉണ്ടാകുമ്പോൾ ഉമ്മച്ചിനെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കറി വെപ്പിക്കുക. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര കറി വേണമെന്ന് വെച്ചാൽ അതുപോലെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒരുപാട് സമയത്ത് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് തുള്ളി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ പരത്തുന്ന പത്തിരി ഉമ്മച്ചി ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ അച്ചു ഷിനൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഷിനുവിന് ഇന്ന് മദ്രസ മാത്രം പോയാൽ മതി. സ്കൂൾ ഉച്ചക്കാണ് കേട്ടോ, പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവളുടെ യൂണിഫോമൊന്നും ഇപ്പോൾ അയൺ ചെയ്യാനില്ല, അച്ചുവിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അനീഫ്ക അച്ചുവിനെ കുളിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവളുടെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അച്ചും ഷിനും കൂടി ഒരുമിച്ച് പോകുമ്പോഴാണ് ഞാൻ ബുദ്ധിമുട്ടുക. പിന്നെ ഞാൻ ഒറ്റക്കും കൂടെ ആകുമ്പോൾ ഇന്ന് പിന്നെ ഉമ്മച്ചിയും അനീഫ്ക എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ പ്രയാസമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ അച്ചുവിന് ഫുഡൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഫിദു വന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കും ഉണ്ടാവും, ഒരുപാട് വെള്ളമായിട്ടല്ല. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഷിനു മദ്രസയിൽ പോയി, അച്ചു സ്കൂളിൽ പോയി. അതിൻ്റെ ശേഷമാണ് കേട്ടോ ഫിദു പോയത്. ഫിദുവിനും നിധുവിനും ഇന്ന് ക്ലാസ് ഉണ്ട്. നിധുവിനും എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ്. ഞാൻ എണീറ്റ് പോകുന്ന സമയത്ത് ബെഡൊന്നും നന്നാക്കി വെക്കാൻ കഴിയാറില്ല കേട്ടോ. കാരണം അച്ചു ഷിനും കിടക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ബെഡിലും ഫിദു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് കിടക്കും കേട്ടോ. പിന്നെ അവൻ ക്ലാസ് പോകാൻ സമയത്ത് കുറച്ച് മുമ്പാണ് എണീക്കുക. അപ്പോൾ പിന്നെ അവർ പോയതിന് ശേഷമാണ് പുതപ്പൊക്കെ മടക്കി വെച്ച് ബെഡൊക്കെ നന്നാക്കി ഇടുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ അടിച്ചു വരാൻ നിന്നിട്ടുണ്ട്. ഇന്നിപ്പം ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ചിക്കൻ കറി ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്ച്ചോറും കൂടെ വെച്ചാൽ മതി. പിന്നെ പപ്പടം പൊരിക്കുക, അത്രയായിട്ടൊന്ന് ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പം പിന്നെ കുറച്ച് പണികളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. നമുക്കിങ്ങനെ രാവിലത്തെ കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നല്ല സുഖമല്ലേ. ഉച്ചയ്ക്ക് പിന്നെ പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാൻ പറ്റും. ക്ലീനിങ്ങൊക്കെ തീർത്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ അടിച്ചു വാരിയതിന് ശേഷം ഇനിയിപ്പം നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. തുടച്ചിട്ടില്ല കേട്ടോ. നെയ്ച്ചോറ് വെച്ചിട്ട് വേണം തുറക്കാൻ പോകാൻ വേണ്ടിയിട്ട്. കാരണം നെയ്ച്ചോറായാൽ ഷിനുവിന് 12:30 ആ സമയമാകുമ്പോഴേക്ക് പോകണം സ്കൂളിലേക്ക്. വണ്ടി വരും എന്നാട്ടോ പറഞ്ഞത്. 12:30 ആകുമ്പോഴേക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഫസ്റ്റ് ദിവസം കൂടെ, അതുകൊണ്ട് വണ്ടി കുറച്ച് നേരത്തെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറാക്കി എടുക്കുകയാണ്.
ആദ്യതാ ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വഴണ്ട് ഒന്ന് നിറം മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കപ്പിലാണ് അരി അളന്നെടുത്തത്. ഇതിന് 1 കപ്പ് അരിയാണ്, അതപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുക. അധികം കുക്കറിൽ തന്നെയാണ്. നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ വീഡിയോയിൽ, ഞാൻ കുക്കറിൽ ഇട്ടിട്ട് തന്നെയാണ് വെക്കാറ്. നമുക്കെല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഇനിയിപ്പോൾ അരി കഴുകിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പെട്ടെന്നൊന്ന് മിക്സാക്കണം കേട്ടോ. അതിന് ശേഷം ഇനിയിപ്പോൾ ബാക്കിയുള്ള അരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അനീഫ്ക്കൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അനീഫ്ക്ക പോയിട്ടുണ്ട്. പിന്നെ മക്കളുമില്ല, ഞാൻ ഒറ്റക്കന്നെ ഉള്ളൂ. ഉമ്മച്ചിയും പോയിട്ടോ രാവിലത്തെ ചായ കുടിച്ചതിന് ശേഷം. കാരണം വായിച്ച് ഉച്ചയാകുമ്പോഴേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ചോറൊക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി പോയി. അങ്ങനെ അരി മുഴുവനായിട്ട് ഇട്ടു. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്നിട്ട് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്കിനി ഒന്ന് തുടയ്ക്കാം. ഞാൻ ഡൈനിങ് ഹാൾ വരെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുക്കളയും കൂടെ ഒന്ന് തുടക്കാം കേട്ടോ. അപ്പോൾ ജനവാതിലുമൊക്കെ കുറച്ചൊന്ന് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെ ഞാൻ എന്ത് സൊല്യൂഷനാണ് കൗണ്ടർ ടോപ്പ് തുറക്കാനും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ തുറക്കാനൊക്കെ ഉപയോഗിക്കണമെന്ന്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയൊരു വീഡിയോയിൽ ഞാനത് കാണിക്കാമെന്ന്. അപ്പോൾ ഇതുവരെ എനിക്കത് ഉണ്ടാക്കിയതുണ്ടായതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെത് തീർന്നിട്ടുണ്ട്. കുറച്ചും കൂടിയേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ഉപയോഗിക്കുന്ന സ്പ്രേ ബോട്ടിൽ കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ട്. അപ്പോൾ ആദ്യം കഴുകി വെച്ച പാത്രങ്ങൾ ഉണങ്ങിയതുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഷെൽഫിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൂടെ കഴുകിയെടുക്കാനുണ്ട്, അതും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണേ. തലേ ദിവസം രാത്രി കഴുകി വെക്കുന്ന പാത്രമൊക്കെ പിറ്റേന്ന് രാവിലേക്ക് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഷെൽഫിലേക്ക് എടുത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ മക്കൾ കഴിച്ചതൊക്കെയാണ് പിന്നെ കഴുകാനുണ്ടാവുക. അങ്ങനെ പാത്രമൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഈ ചെടിയിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അടുക്കളയിൽ വെക്കുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ആ ബോട്ടിലൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനതിൽ വെള്ളമൊക്കെ മാറ്റിയെടുത്തു. അതുപോലെ തന്നെ ആ പ്ലാന്റ്സൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പ്ലാന്റ്സൊക്കെ വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ അടുക്കള തുടച്ചെടുക്കാണ്ട് കേട്ടോ. ഇനി അടുക്കളയും വർക്കേരിയും കൂടെ ക്ലീൻ ആക്കാനുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്ന് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഷിനു പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് അവൾ സ്കൂളിൽ പോയി. പിന്നെ അതിന് ശേഷമാണ് ബാക്കി പണികളൊക്കെ ഞാൻ എടുക്കുന്നത്. അടുക്കളൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം വർക്ക് ഏരിയയിൽ വന്നപ്പോൾ നമ്മളെ ടിന്നിൽ ഉപ്പൊക്കെ തീർന്നിട്ടുണ്ട്, കല്ലുപ്പും പൊടിയുപ്പൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചു. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ ഇപ്പോൾ വർക്ക് ഏരിയയ്ക്ക് വീണ്ടും മാറ്റിയതല്ലേ. അപ്പോൾ ഞാൻ ഈ ടിന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നത്. പിന്നെ പൊട്ടുന്ന കുപ്പി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴുകി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. പൊട്ടുന്ന കുപ്പിയാണല്ലേ എപ്പോഴും നല്ലത്. പക്ഷേ മക്കളൊക്കെ ഉള്ളിടത്ത് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്ക് ഏരിയയും കൂടെ തുടച്ചിട്ട് ഞാൻ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം കണ്ടില്ലേ നമ്മുടെ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉപയോഗിക്കുന്ന ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരു വലിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഉപയോഗിച്ചാൽ നമുക്കിങ്ങനെ പ്രാണികൾ വരൂലേ, അതൊന്നും ഉണ്ടാവില്ല. കൗണ്ടർ ടോപ്പിൽ എന്ത് വെച്ചാലും പ്രാണികൾ വരും, അതുപോലെ തന്നെ ഉറുമ്പ് അങ്ങനെയൊക്കെ വരൂലേ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആ ബേക്കിംഗ് സോഡ ഇട്ടതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് എനിക്ക് കറക്റ്റ് അളവ് പറയാൻ വേണ്ടിയിട്ട് മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഇത്ര ഈ അളവിലുണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാനുണ്ടാവും. അങ്ങനെ ഞാൻ 1/2 കപ്പ് വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി ബേക്കിംഗ് സോഡയിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു റിയാക്ഷൻ നടക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയത്. എന്നിട്ട് അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത്, ഞാൻ ഒഴിക്കുന്നത് കംഫർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും അതന്നെ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും ചെയ്യും. അതുപോലെ തന്നെ അതിനോടൊപ്പം നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കംഫർട്ട് ഇല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിതാ ഏകദേശം നമ്മൾ ടിന്നാണ്, കംഫർട്ടിൻ്റെ ടിന്നാണെങ്കിൽ അതിൻ്റെ വലിയ മൂടില്ലേ, അതിന് ഒരു മൂടി കറക്റ്റ് അളവാണ് കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ടിന്നല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു പഴയ ഗ്ലാസ് എടുത്തിട്ട് അതിൽ അളന്നൊഴിച്ചത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ഡ്രോപ്പ് ഫെയറിങ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹാൻഡ് വാഷാണ് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ ഫെയറിൻ്റെ ആവശ്യമില്ല, അതിൽ തന്നെ എന്തായാലും ചെറിയൊരു പദം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഞാനിതാ ഫെയറിങ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇതാ കണ്ടോ, ഞാനിതാ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഉപയോഗിക്കാറ്, നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ അതാണ് കേട്ടത്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് ഇത്രയേ ഉള്ളൂ, അതാണ് ഞാൻ വീണ്ടും ഇന്ന് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഞാൻ ഇതാ ഇതുപോലെ ഒരു ടിന്നിലാണ് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ആ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.